നമസ്കാരം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സസ്റ്റൈനബിൾ സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് ആൻഡ് റേബീസ് കൺട്രോൾ ഇൻ കേരള എന്ന ഈ ബൃഹത്തായ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എല്ലാവിധ പിന്തുണയും നേരുകയാണ്. ആദ്യം തന്നെ ഒരു പക്ഷേ നമ്മൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഇത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. കാരണം ഓരോ തവണയും നമ്മൾ സ്ട്രേ ഡോഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, തെരുവ് നായ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒക്കെ ശല്യം അല്ലെങ്കിൽ മെനസ് അല്ലെങ്കിൽ അപകടകാരി എന്നൊക്കെയുള്ള ചില ചിത്രങ്ങളാണ്, ചില സങ്കല്പങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ എപ്പോഴും വരിക, സാധാരണ ജനങ്ങളുടെ കൺമുന്നിൽ. എങ്ങനെയാണ് ഒരു പക്ഷേ ഈ നായ്ക്കൾ ഇത്തരത്തിൽ അപകടകാരികളായി മാറുന്നത്, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിൽ വളരെ ചുരുക്കം ചില പേർ മാത്രമേ ചിന്തിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ സ്ട്രേ ഡോഗ് മെനസ് എന്നുള്ളത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശില്പശാലയല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നോട്ടീസിൽ തന്നെ കണ്ടാൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ ഒരു വിഷയവും അത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എങ്ങനെയാണ് തെരുവുനായ ശല്യം ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. മറിച്ച് സസ്റ്റൈനബിൾ സ്ട്രേ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് ആൻഡ് റേബീസ് കൺട്രോൾ ഇൻ കേരള എന്നാണ് വളരെ സമഗ്രമായ ആ ഒരു തലക്കെട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അവിടെ തൃശ്ശൂരിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയും ഒപ്പം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായി ഞാനും നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒട്ടാകെ നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ, സാമൂഹിക പരീക്ഷണങ്ങൾ എന്ന് വേണം അവയെ പറയുവാനായിട്ട്, ഒരു ഗവേഷണശാലയ്ക്കുള്ളിൽ നടത്തുന്ന പരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ തെരുവുകളിൽ തന്നെ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് എങ്ങനെയാണ് തെരുവ് നായ്ക്കളുടെ ഈ ഒരു പരിപാലനത്തിനായി നമുക്ക് ഒത്തുചേരാനായിട്ട് സാധിക്കുക, അങ്ങനെ യഥാവിധി അവയെ പരിപാലിക്കുന്നത് മൂലം എങ്ങനെയാണ് ഈ ശല്യം അല്ലെങ്കിൽ അപകടം എന്നുള്ളത് ജനങ്ങൾക്കും ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് സമഗ്രമായ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാണ് അവിടെ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ആരോഗ്യകരമായ സുരക്ഷിതമായിട്ടുള്ള ജനജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിന്റെ ഒരു 5 ഘടകങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ 5 പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ ഏതൊക്കെയാണ് അതിന് പരിഹരിക്കണം എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിലൊന്ന് തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ജനജീവിതത്തിന് യാതൊരു തരത്തിലുള്ള അരക്ഷിതത്വവും നേരിടാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിന് ഇന്ന് നിങ്ങൾ അവിടെ നടത്തുന്ന ഈ ഒരു മന്ഥനത്തിലൂടെ ശരിക്കും നമുക്ക് കൂടുതൽ ആശയങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തലത്തിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക, സ്ഥായിയായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നടപടികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ. പ്രധാനമായും വകുപ്പിന്റെ ഭാഗത്തു നിന്നും നമ്മൾ 4 മേഖലകളിലായിട്ട്, അല്ലെങ്കിൽ 4 പില്ലേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ 4 വെർട്ടിക്കൽസ് ആയിട്ടാണ്, 4 മേഖലകളിലായിട്ടാണ് നമ്മൾ സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
എങ്ങനെയാണ് പല നായ്ക്കളും തെരുവ് നായ്ക്കളായിട്ട് മാറുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വളർത്തുന്ന, നമ്മൾ സ്വന്തമാക്കുന്ന നായ്ക്കളെ തന്നെയാണ് തെരുവുകളിലേക്ക് ഒരു കാലം കഴിയുമ്പോൾ ഇറക്കി വിടുന്നത്. അവയ്ക്ക് അസുഖമുണ്ടാകുമ്പോഴോ അവയെ ഇനി നോക്കാൻ സാധിക്കില്ല എന്നുണ്ടാകുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടാകുമ്പോഴോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് തെരുവ് നായ്ക്കൾ അധികമാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പെറ്റ് ഡോഗ് അബാൻഡൻമെന്റ് എന്നുള്ളതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏതൊക്കെ വീടുകളിലാണ് വളർത്തു നായ്ക്കൾ ഉള്ളത് എന്നുള്ളത് സശ്രദ്ധം നിരീക്ഷിക്കുകയും അവയ്ക്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായി ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്ന കാര്യം. അതിനാവശ്യമായിട്ടുള്ള ചട്ടങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വകുപ്പിൽ നിന്നും ഉടനടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകുന്നതായിരിക്കും എന്നുള്ളത് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പെറ്റ് ഡോഗ് ലൈസൻസും അതുപോലെ തന്നെ ബ്രീഡിംഗ് ലൈസൻസ് റൂൾസും എല്ലാം തന്നെ നമ്മൾ ഉടനടി നൽകുന്നതായിരിക്കും. അപ്പൊ വളർത്തു നായ്ക്കളുടെ സുരക്ഷിതത്വം, അവയുടെ ആരോഗ്യം, അവയ്ക്ക് ഇമ്മ്യൂണൈസേഷൻ നൽകുന്നു എന്നുള്ളതും, ഒപ്പം ഇവയെ തെരുവിലേക്ക് അനധികൃതമായി അങ്ങ് ഇറക്കി വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവയെ ഉപേക്ഷിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പെനാൽറ്റി ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുവാനുള്ള അധികാരവും നിർദ്ദേശവും ഉൾപ്പെടെ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ആദ്യത്തെ പില്ലർ, ആദ്യത്തെ തൂണെന്ന് പറയുന്നത് വളർത്തു നായ്ക്കളുടെ പരിപാലനത്തെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തെരുവ് നായ്ക്കളുടെ പരിപാലനം എന്ന് പറയുമ്പോൾ ഇവയിൽ കൃത്യമായിട്ടുള്ള സംഖ്യ, ഇവയുടെ കണക്കെടുക്കുക എന്നുള്ളത് മുതൽ ആരംഭിച്ച് ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിൽ ആരംഭിച്ച് തെരുവ് നായ്ക്കൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ നൽകുക, വന്ധീകരണം നൽകുക എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളും, ഒപ്പം ഫീഡിംഗ് സോൺ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും, അതായത് നായ്ക്കൾക്ക് ആരൊക്കെയാണ് ഏത് തരം ഭക്ഷണമാണ് നൽകുന്നത്, അങ്ങനെ നൽകുന്ന വ്യക്തികൾക്കുള്ള ഒരു ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഏത് സമയത്താണ് നൽകേണ്ടത്, ഏതിടത്താണ് നൽകേണ്ടത് എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നമ്മൾ ക്രോഡീകരിച്ച് നൽകുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിൽ നിലവിലുള്ള തെരുവ് നായ്ക്കളെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, അപകടകാരികളായി മാറാതിരിക്കുവാനായി ഏത് തരത്തിലുള്ള പെരുമാറ്റ രീതികളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തി സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കും ഇതിനുവേണ്ടി നമ്മൾ നൽകുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു അവിടെ കാവൽ എന്നുള്ള പദ്ധതിയുടെ ഒരു പ്രസക്തിയും വരുന്നത്. തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്ന സമയത്ത് എങ്ങനെയാണ് അത് ആരോഗ്യകരമായും സുരക്ഷിതത്വത്തോടു കൂടിയും ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് അഡോപ്ഷൻ ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളത് അവിടുത്തെ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കിക്കൊണ്ട് നമുക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാനാകുമോ എന്നുള്ളത് കൂടി നമ്മൾ തീർച്ചയായിട്ടും നോക്കിക്കാണുന്നതായിരിക്കും. അപ്പൊ 2 പില്ലേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് വളർത്തു നായ്ക്കളുടെ പരിപാലനം, 2 തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച്. മൂന്നാമത്തേത് നമ്മൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ 3rd പില്ലർ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3ാം തൂണിൽ ഇതിനുള്ള പശ്ചാത്തല സൗകര്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങളിൽ ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യവും അതിനാവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ കണ്ടെത്തുന്നതും ഒക്കെ ആവശ്യം വേണ്ടിവരും. ഇപ്പൊ വാക്സിനേഷൻ നൽകണം എന്ന് പറഞ്ഞാൽ അതിനുള്ള വാക്സിൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു കാര്യം. അതുപോലെ തന്നെ വന്ധീകരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ABC സെന്റേഴ്സ് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളത്. അപ്പൊ നാട്ടിൽ നമുക്ക് ജില്ലകളിലും ABC സെന്റേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. 13 ജില്ലകളിൽ നമുക്ക് ABC സെന്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതല്ലാതെ നമ്മൾ മൊബൈൽ ABC സെന്റേഴ്സും നിലവിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 മൊബൈൽ ABC സെന്റേഴ്സ് നമ്മൾ പരീക്ഷണാർത്ഥം ഇപ്പോൾ ഫീൽഡിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും, അതായത് നമുക്ക് ഭൂമി ലഭ്യമാക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ക്ലേശകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മൊബൈൽ ABC സെന്റേഴ്സും കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോഗ് റെസ്ക്യൂ ഷെൽട്ടേഴ്സും നമുക്ക് ഈ പറയുന്ന പശ്ചാത്തല സൗകര്യത്തിൽ ഉൾപ്പെടുത്തി തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജനസാന്ദ്രത കുറവായിട്ടുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഡോഗ് റെസ്ക്യൂ ഷെൽട്ടേഴ്സ്
നിർമ്മിക്കാൻ സാധിക്കുക. അത് നിർമ്മിച്ചതിന് ശേഷം അത് നടത്തിപ്പിക്കുവാനായി എങ്ങനെയാണ് ഒരുപക്ഷെ എല്ലാ പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അവർക്ക് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാകണമെന്നില്ല ഡോഗ് ഷെൽട്ടർ എന്നുള്ളത്. അപ്പൊ അതിനായി എങ്ങനെയാണ് നമുക്ക് ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസുമായി എങ്ങനെയാണ് കൈകോർക്കാൻ സാധിക്കുക, മറ്റ് NGOസുമായിട്ട് എങ്ങനെയാണ് കൈകോർക്കാൻ സാധിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരായുന്നതാണ്. അങ്ങനെ അത്തരത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക, അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നൽകുക. നമ്മൾ ഈ പറയുന്ന ഡോഗ് ക്യാച്ചേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാനും നായ്ക്കളെ പരിപാലിക്കാനും ഒക്കെ ആയിട്ടുള്ള പരിശീലനം നമുക്ക് അനേകം പേർക്ക് നൽകേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ കണ്ടെത്തുക, കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ളത് നമുക്ക് നടത്താൻ സാധിക്കുക, കാര്യശേഷി വർദ്ധിപ്പിക്കൽ എന്നുള്ളത് നടത്താൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പില്ലർ 3 എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറും കപ്പാസിറ്റി ബിൽഡിംഗും എന്നുള്ളത്. 4 നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും, അതായത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്ന കുറച്ച് നമ്മുടെ അവബോധം സൃഷ്ടിക്കൽ. എങ്ങനെയാണ് നായ്ക്കൾ ചുറ്റുമുള്ളപ്പോൾ നമ്മൾ പെരുമാറേണ്ടുന്നത്, അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെയാണ് ആ സമയത്ത് പ്രതികരിക്കേണ്ടത്, അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള നമുക്ക് മെഡിക്കൽ കെയർ എന്നുള്ളത്, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് കൈക്കൊള്ളേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ പെരുമാറ്റ രീതിയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അവബോധം നൽകുക. അതിന് മറ്റെല്ലാ വകുപ്പുകളും ചേർന്ന് തന്നെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നതായിരിക്കും. ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ, നമ്മുടെ PWD ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും അതിന് നമ്മോടൊപ്പം കൈകോർക്കുന്നതായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ നായ്ക്കളെ പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മളും ലക്ഷ്യമിടുന്നത്. ഇതിലൊന്നും ഒതുങ്ങാതെ വരുന്ന ചില ഘട്ടങ്ങൾ, അതായത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അന്തിമ ഒരു രക്ഷയായി യൂത്തനേസ്യ അല്ലെങ്കിൽ ദയാവധം ചെയ്യുന്നതിനായിട്ടുള്ള നിർദ്ദേശവും നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് ഈ ദയാവധം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു SOP, ഒരു മാർഗരേഖയും, ഏതൊക്കെ നായ്ക്കളെയാണ് ദയാവധത്തിന് നമ്മൾ ഇടയാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങളും നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ റേബീസ് ഉണ്ടാകുന്ന നായ്ക്കൾ, ഒപ്പം വളരെ അഗ്രസീവായിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള നായ്ക്കൾ, അപകടകാരികളായിട്ടുള്ള നായ്ക്കൾ, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടിലുള്ള നായ്ക്കൾ എന്നുള്ളതാണ് നമുക്ക് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് 3 തരത്തിലുള്ള 3 വിഭാഗങ്ങളിലായി നമ്മൾ ഈ നായ്ക്കളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നായ്ക്കളെ മാത്രമാണ് ദയാവധത്തിന് ഇരയാക്കേണ്ടത്. അതും ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് നമ്മുടെ സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും ഒക്കെ തന്നെ നമ്മൾ യൂത്തനേസ്യ സമിതികൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ തലങ്ങളിലും അത് ഉപയോഗിക്കുന്നു, അത് രൂപീകരിക്കുന്നു, അത് യുക്തമായ രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സമിതികളിൽ ഇതിന്റെ വിദഗ്ധരുൾപ്പെടെ, വെറ്റിനറി ഡോക്ടേഴ്സ് ഉൾപ്പെടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. അപ്പൊ ഈ സമിതികളുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം വ്യക്തമായും നിഷ്കർഷിച്ചിട്ടുള്ള, ശാസ്ത്രീയമായി നിഷ്കർഷിച്ചിട്ടുള്ള വേദനാരഹിതമായിട്ടുള്ള രീതിയിൽ മരുന്ന് ഉപയോഗിച്ച് എങ്ങനെയാണ് ദയാവധം നടത്തേണ്ടത് എന്നുള്ളതും മറവ് ചെയ്യേണ്ടത് എന്നുള്ളതുമൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമ്മൾ നൽകുന്നതായിരിക്കും. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദിസ് വിൽ ബി എ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞത്, 5ാമത്തതാണ് യൂത്തനേസ്യ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനായി, നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ തെരുവുനായ പരിപാലനം എന്നുള്ള ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും സർക്കാരും മുന്നിട്ടിറങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തവും ഒപ്പം നിരന്തരമായിട്ടുള്ള ആശയവിനിമയവും ഫീൽഡ് തലത്തിൽ നിങ്ങളുടെ നിരീക്ഷണവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ.
അപ്പോൾ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ ഒരു ഉദ്യമത്തിനായി കൈകോർത്ത എല്ലാവർക്കും നേരുകയാണ്. നമസ്കാരം.